ജാതകത്തിൽ വജ്രയോഗം വന്നാൽ സർവ്വ ഐശ്വര്യമാണ് ഫലം. ചില നക്ഷത്രക്കാർ ജനിക്കുന്നതേ വജ്രയോഗത്തിലായിരിക്കും. ചിലരുടെ ജീവിതത്തിൽ ജാതകപരമായിട്ട് പിന്നീട് എപ്പോഴേലും ലൈഫിൽ വജ്രയോഗം തെളിയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ചില ഗ്രഹങ്ങളുടെ ചില സഞ്ചാരപഥത്തിൽ പ്രത്യേക ഒരു അളവിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ ആ നക്ഷത്രത്തിൻ്റെ അടിയിൽ വരുന്ന എല്ലാ ആ, ഗ്രഹങ്ങൾക്കും അല്ലെങ്കിൽ ആ ഒരു ഗ്രഹത്തിൻ്റെ താഴെയായിട്ട് വരുന്ന എല്ലാ നക്ഷത്രങ്ങൾക്കും ആ ഒരു വജ്രയോഗം ലഭിക്കും. അപ്പോൾ വജ്രയോഗം ലൈഫിൽ വരാനും വജ്രയോഗത്തിൽ ജനിക്കാൻ സാധ്യതയുള്ളതുമായ ചില നക്ഷത്രങ്ങളെ പറ്റിയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഒരു 7 നക്ഷത്രങ്ങളുടെ കാര്യം ഞാൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാം. ബിബിക്കുട്ടൻസ് വ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക. വീഡിയോ ഇട്ടിട്ട് ലൈക്ക് കൂടി ചെയ്യുക. അപ്പോൾ ആദ്യമായി നമ്മൾ പറയാൻ പോകുന്ന നക്ഷത്രം അവിട്ടമാണ്. അവിട്ട നക്ഷത്രക്കാരെ ചിലർ വജ്രയോഗത്തിൽ ജനിക്കുന്നവരുണ്ട്. അങ്ങനെ ഉണ്ട് എങ്കിലും വളരെയധികം ഗുണഗണങ്ങളുണ്ട്. ബിസിനസ് പരമായി വളരെയധികം ഉയർച്ചയിൽ പോകുന്ന ഒരു നക്ഷത്രമാണ് അവിട്ട നക്ഷത്രം. സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യുകയാണ് ഇവരുടെ ഏറ്റവും വലിയൊരു കാര്യം. അതുകൊണ്ടാണ് അവർ സമ്പത്തുമായി ഉയരുന്നത്. വജ്രയോഗം ഉള്ളതുകൊണ്ട് ഇവർക്ക് എത്ര നെഗറ്റീവ് കമൻറ്റുകൾ വന്നാലോ നെഗറ്റീവ് ആര് പറഞ്ഞാലോ അവർക്കൊരു കുലുക്കവും ഉണ്ടാവുകയില്ല. ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ട്. ഒരു വിധത്തിലും അവരെ തോൽപ്പിക്കാനായിട്ട് ആരെക്കൊണ്ടും പറ്റുകയില്ല. എപ്പോഴും സ്വന്തം കാര്യങ്ങളാണ് ഇവരെപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നക്ഷത്രക്കാർ എപ്പോഴും സ്വന്തം കാര്യങ്ങളും അതുപോലെ നൂതനമായ ആശയങ്ങൾ സമൂഹത്തിന് കൊടുക്കാനായിട്ടും ഇവർക്ക് സാധിക്കും. മറ്റുള്ളവർ ചെയ്യാൻ ഭയക്കുന്ന പല കാര്യങ്ങളും ചെയ്യാനായിട്ട് ധൈര്യം കാണിക്കുന്നു. ബിസിനസ് പരമായി ഉയർന്നു പോകാനും ബിസിനസ് പരീക്ഷണങ്ങൾ നടത്താനും. സമ്പത്ത് ഇറക്കിയിട്ട് സമ്പത്ത് മേടിക്കുക എന്ന് പറയുന്ന കാര്യം പലർക്കും ഭയമുള്ള കാര്യമാണ്. ഉള്ള സമ്പത്തിനെ കളയാതെ വെക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരെ റിസ്ക് എന്താണേലും അത് ജയമാണെങ്കിലും തോൽവിയാണെങ്കിലും ഏറ്റെടുക്കാനുള്ള സന്നദ്ധത അവിട്ട നക്ഷത്രക്കാർക്കുണ്ട്. അതുകൊണ്ട് അതിനുള്ള ധൈര്യവും ബുദ്ധിയും വിവേകവും അവർ കൃത്യമായി ഉപയോഗിക്കാറുണ്ട്. സാമ്പത്തിക നഷ്ടങ്ങളൊന്നും ഇവർക്ക് വരാറില്ല. ഇവർക്ക് വരുന്ന ആകെ ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമാണ്. ചെറിയ പനിക്ക് പോലും ഇവർ വീക്കായി പോകാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഇവരെ കൊണ്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വജ്രയോഗത്തിൽ പറഞ്ഞാൽ ഇവർക്ക് തീർച്ചയായും വിദേശവാസ യോഗവും വിദേശ സഞ്ചാരങ്ങളും ടൂർ പോകാനുള്ള അവസ്ഥ. മറ്റുള്ളവർക്ക് വിദേശവാസ യോഗമുണ്ടെങ്കിലും ചിലപ്പോൾ വിദേശത്ത് പോയി വളരെയധികം കഷ്ടപ്പെടേണ്ടി വരും. ആ സ്ഥലത്തൊന്നും ഓടിയൊന്ന് അടിച്ചു പിടിച്ച് നടക്കാനോ അല്ലെങ്കിൽ സ്ഥലം സന്ദർശിക്കാനോ പറ്റുകയൊന്നുമില്ല. ചിലപ്പോൾ ഒരു റൂമിൽ തന്നെയായിട്ട് ഒതുങ്ങിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഇവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന നാട്ടിൽ ജോലി ചെയ്ത സമ്പാദ്യത്തിന് വിദേശത്തേക്ക് ടൂർ പോവുകയും ആ രാജ്യം മുഴുവൻ ചുറ്റി നടന്ന് അവിടെയുള്ള കാഴ്ചകൾ കണ്ട് തിരിച്ചു വരാനുള്ളതും ആയ ഗുണങ്ങളും ഇവരുടെ ലൈഫിലുണ്ട്. എല്ലാ ആളുകൾക്കും ഇത് ലഭിക്കാറില്ല. വിദേശവാസ യോഗമുണ്ടെങ്കിലും വിദേശത്ത് വസിക്കുന്ന വെറുതെ ജോലി ചെയ്യാൻ മാത്രമായിട്ട് ഇതായിരിക്കും. ഇവിടെ ജീവിക്കുന്നു അവിടെ ജീവിക്കുന്നതല്ല ഒരുപോലെ തന്നെ അനുഭവപ്പെടുന്ന ആളുകളും ഉണ്ടെന്ന് മനസ്സിലാവും. അതിൽ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു നക്ഷത്രമാണ് ഈ അവിട്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിട്ട നക്ഷത്രക്കാർക്ക് ഇത്തരം യോഗങ്ങൾ ഉള്ളതുകൊണ്ട് ആളുകൾ ഇവരെ ബഹുമാനിക്കും. എപ്പോഴും ആളുകൾക്ക് സന്തോഷമാണ്. അവിട്ട നക്ഷത്രക്കാരുടെ സാന്നിധ്യം എല്ലാവർക്കും സന്തോഷമാണ്. എത്ര പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങളും ചെയ്ത് നേരെയാക്കാൻ കഴിവുള്ള ആളുകളാണ് അവിട്ടം. ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ വൃത്തിയായിട്ട് ചെയ്തുകൊള്ളും. സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നമ്മൾ അവിട്ടംകാരെ വിശ്വസിച്ച് ഒരു കാര്യം നമുക്ക് ഏൽപ്പിക്കാനായിട്ട് സാധിക്കും. ബിസിനസ്സുപരമായ ലാഭങ്ങളും കാര്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇവർ കാര്യം ചെയ്തു വെക്കുന്നത്. ഒന്നും സാമ്പത്തികമായ ലക്ഷ്യങ്ങളോ നേട്ടങ്ങളോ ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഇവർ ചെയ്യത്തില്ല. അതിനെ ഇവർ നഖശിഖാന്തി എതിർത്തിരിക്കും. പക്ഷേ ഇവർക്ക് പ്രയോജനം കിട്ടുന്ന കാര്യങ്ങളാണ് തീർച്ചയായും ഇവർ കൂട്ടത്തിൽ നിന്ന് സഹകരിക്കുന്നത്. ശത്രുവാണോ മിത്രമാണോ എന്ന് നോക്കത്തില്ല. മിത്രത്തിനെയും ശത്രുവിനെയും ഒരുപോലെ തന്നെ കാണുന്ന ആളുകളാണ് ഇവർ. അതുകൊണ്ട് തന്നെ ആരെയും മാറ്റി നിർത്തുന്ന പരിപാടിയുണ്ടോ. കാര്യങ്ങൾക്ക് ഉപകരിക്കുമെങ്കിൽ ആരെയും കൂട്ടത്തിൽ കൂട്ടാനായിട്ട് അവിടെ നക്ഷത്രക്കാർ തീരുമാനിക്കും. മുമ്പ് പിണങ്ങി പിരിഞ്ഞവരാണെങ്കിലും സാരമില്ല, ഇപ്പോൾ എൻ്റെ കാര്യം നടക്കണമെങ്കിൽ അവരോട് ചങ്ങാത്തം കൂടണമെങ്കിൽ തീർച്ചയായും അവിടെ നക്ഷത്രക്കാർ അവരോട് ചങ്ങാത്തം കൂടി അവരുടെ കാര്യങ്ങൾ അവരെ കൊണ്ട് നിവർത്തിച്ചെടുത്ത ശേഷം പിന്നീട് അവരോട് തീർച്ചയായും അകലം പാലിച്ച് നിൽക്കുന്ന സ്വഭാവം അവിടെ നക്ഷത്രക്കാർ കാണിക്കാറുണ്ട്. അപ്പോൾ ഇവർക്ക് വജ്രയോഗമുണ്ട്. അടുത്ത നക്ഷത്രം നമുക്ക് പരിചയപ്പെടാം. അടുത്തതായി ചോതി നക്ഷത്രത്തിന് വളരെയധികം ഐശ്വര്യങ്ങളും ഗുണങ്ങളുണ്ട്. ചോദിക്കാതെ എന്തും ലഭിക്കുന്ന കാര്യമാണ് ചോതി. അപ്പോൾ ചോതി നക്ഷത്രക്കാർ വജ്രം പോലെ തിളങ്ങുന്നവരാണ്. ആൾക്കൂട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നവരാണ്. ആൾക്കൂട്ടത്തിൽ തലയെടുപ്പോട് കൂടി ഉയർന്നു നിൽക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും അനുസരിക്കുന്നതാണ്. അവർ പറയുന്ന കാര്യങ്ങൾക്ക് ചെവി കൂർപ്പിച്ച് കേൾക്കാൻ ആളുകളുണ്ടാവും. അവർക്കെപ്പോഴും ചുറ്റും കൂട്ടുകാരുണ്ടാവും. അവരെ കേൾക്കാൻ ഒരു സംഘം ഓഡിയൻസ് ഉണ്ടായിരിക്കും. എല്ലാവർക്കും അവർ ഇഷ്ടവുമായിരിക്കും. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സിനിമാ മേഖലയായിക്കോട്ടെ, ഫിലിം ഫീൽഡായിക്കോട്ടെ, സീരിയലായിക്കോട്ടെ, കഥകളായിക്കോട്ടെ, കഥകൾ എഴുതുന്നവരായിക്കോട്ടെ, ഏത് ജോലികൾ ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ മെക്കാനിക്കൽ ഫീൽഡ് ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിലും അവരെ സമൂഹം അംഗീകരിക്കും. അവരുടെ ബുദ്ധിയിലും കഴിവിലും മറ്റുള്ളവർ അമ്പരക്കുകയോ അത്ഭുതപ്പെടുകയും ചെയ്യും. അവരെ തോൽപ്പിക്കാനോ തകർക്കുവാനോ മാർഗ്ഗം സാധിക്കും. ബിസിനസ് പരമായി വളരെയധികം ഉയർന്നു പോകുന്ന ഒരു നക്ഷത്രമാണ് ജ്യോതി. അതുകൊണ്ട് തന്നെ ബിസിനസ്സുകാർക്ക് ഒരുപാട് ബിസിനസ് അവസരങ്ങളും ധാരാളം ബിസിനസ്സുകാരോടൊപ്പമുള്ള ഒരു വലിയ ശൃംഖലയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു നക്ഷത്രം കൂടിയാണ് ചോതി നക്ഷത്രം. ഇവരുടെ സാധ്യതകൾ ഇവർ ചെറുപ്രായത്തിൽ തന്നെ തിരിച്ചറിയുകയും മറ്റുള്ളവർ ചെയ്യാൻ പഠിക്കുന്ന പല കാര്യങ്ങളും ക്ലിയറായിട്ട് ചെയ്തു പോകാനുള്ള ധൈര്യം ഇവർ ചെറുപ്രായത്തിൽ. ഇവിടെ സ്ത്രീയോ പുരുഷനോ എന്നുള്ള വ്യത്യാസമില്ല. രണ്ടുപേരും ഒരേ രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അടുത്ത നക്ഷത്രഭേദം നോക്കാം. വജ്രകർമ്മം. അടുത്തായിട്ട് നമ്മൾ പറയുന്നത് ഭരണിയാണ്. ഭരണിക്ക് ശുക്ര നക്ഷത്രത്തിൻ്റെ ഒരു കാവലുണ്ട്. ശുക്ര നക്ഷത്രം എന്ന് പറയുന്നത് വജ്രം പോലെ തിളങ്ങുന്ന ഒരു നക്ഷത്രമാണ്. ഭയങ്കര കഠിനമായിട്ട് വെട്ടി തിളങ്ങുന്ന ഏറ്റവും തിളക്കമുള്ള ഒരു ഗ്രഹമാണ് ശുക്രൻ. ശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രദശ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ വളരെയധികം ഉയർച്ചയാണ്.
ഒരു വിധത്തിലും ആ വ്യക്തി സാമ്പത്തികമായിട്ട് താഴോട്ട് പോവുകയില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ചെറുപ്രായം മുഴുവൻ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുകയും എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ സാധിക്കാനായിട്ടും ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കാൻ കഴിവുള്ളതുമായ ഭരണി നക്ഷത്രക്കാർക്ക് ഒരു 40 വയസ്സ് വരെ വളരെയധികം സന്തോഷകരമായി മുന്നോട്ട് പോകുന്നു. ചിലർക്ക് 40 വയസ്സാകുമ്പോൾ ചിലർ ചെയ്യുന്നത് നാശങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തുടങ്ങാറുണ്ട്. അതുവരെയുള്ള അവരുടെ ജീവിതം പോലെയല്ല. പിന്നീട് അങ്ങോട്ട് ആരോഗ്യ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നേടുമ്പോൾ പക്ഷേ ഈ ഒരു സമയത്തെങ്ങാനും വജ്രയോഗം നിങ്ങൾക്ക് തെളിയുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ജനിക്കുന്ന രാശിയിലല്ലെങ്കിൽ പോലും വജ്രയോഗം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു 40 വയസ്സിന് ശേഷവും നിങ്ങൾ അങ്ങനെയായിരുന്നു മുമ്പുണ്ടായിരുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങൾ തുടർന്നു പോകാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കും. മക്കൾ മുഖേനയോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് മുഖേന എങ്ങനെയാണെന്ന് വെച്ചാൽ സാമ്പത്തികം നിങ്ങളുടെ കൈകളിലേക്ക് വരും. മാത്രമല്ല വിദേശവാസ യോഗം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. ആകെ സംഭവിക്കുന്നത് വെച്ചാൽ മനസ്സിന് സ്വസ്ഥക്കുറവ് മാത്രമേ ഉള്ളൂ. കാരണം ശുക്രനും അതുപോലെ തന്നെ അതായത് യമധർമ്മ രാജാവും തമ്മിലുള്ള ഒരു ചെറിയ ഒരു വടംവലി പോലെ മനസ്സിനകത്ത് എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. ഈ ആൾക്കാർക്ക് കാവലും നക്ഷത്രത്തിലും ഉള്ളതുകൊണ്ട് തന്നെ അതനുസരിച്ച് ചെറിയൊരു അങ്കലാപ്പൊക്കെ മനസ്സിൽ വരാനുള്ളൂ. അതുകൊണ്ട് ചെറിയ ടെൻഷൻ ഉണ്ടാവും എപ്പോഴും. ആ ഒരു കാര്യം മാത്രമേ ഭരണി നക്ഷത്രക്കാരെ വരയ്ക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ശുക്ര നക്ഷത്രം ആയതുകൊണ്ട് തന്നെ വജ്രം പോലെ വെട്ടിത്തിളങ്ങുന്ന ഒരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രം എന്ന് നമുക്ക് പറയാം. ധാരാളം ഐശ്വര്യങ്ങളുള്ള ഒരു നക്ഷത്രമാണ് ഭരണി എന്ന് പറയാം. അടുത്ത നക്ഷത്രം നമുക്ക് നോക്കാം. അടുത്തായിട്ട് നമ്മൾ പറയുന്നത് പൂയം നക്ഷത്രത്തെയാണ്. പൂയം നക്ഷത്രക്കാർ 2 തരം ആളുകളുണ്ട്. ഒന്ന് ഇൻട്രോവേർട്ട്, ഒന്ന് എക്സ്ട്രോവേർട്ട്. രണ്ടാളുകളാണേലും ഒരേ രീതിയിലായിരിക്കും അവരുടെ ഹോബികളും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. ധാരാളം പഠിക്കാനും വായിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരു നക്ഷത്രമാണ് പൂയം നക്ഷത്രം. ആരോടും അസൂയയോ ദേഷ്യമോ പ്രശ്നങ്ങളൊന്നും അവർക്കില്ല. അവരെപ്പോഴും സാധുവായ ആളുകളാണ്. എപ്പോഴും അവർക്ക് സമാധാനമാണ് ഇഷ്ടം. പക്ഷേ സുഹൃത്ത് ബന്ധങ്ങളോട് അവർക്ക് താല്പര്യം കുറവാണ്. എപ്പോഴും സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്ന് അകന്നിരിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. ചെയ്യുന്ന നേട്ടങ്ങളെല്ലാം ഒറ്റയ്ക്ക് ലഭിക്കണമെന്നുള്ള സ്വാർത്ഥപരമായ ചില ചിന്താഗതികളും പൂയം നക്ഷത്രത്തിലുള്ളവരുടെ മനസ്സിലോട്ട് വരാറുണ്ട്. എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ എത്തണമെന്നും അതിനുവേണ്ടി എത്ര വേണമെങ്കിൽ കളഞ്ഞ് പരിശ്രമിക്കുന്ന ഒരു സ്വഭാവം പൂയം നക്ഷത്രത്തിലുണ്ട്. കായികപരമായ കാര്യങ്ങളിൽ ഇവരെ ഇടപെടുകയാണെങ്കിൽ വളരെയധികം ഉയർച്ച ഇവർക്ക് ലഭിക്കും. കായിക അഭ്യാസ പ്രകടനങ്ങളിലൊക്കെ പൂയം നക്ഷത്രത്തിലുള്ളവർ വളരെ മികച്ച പാടവം കാണിക്കാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരെ തോൽപ്പിക്കാൻ അത്തരം കാര്യങ്ങൾ പറ്റത്തില്ല. കായികപരമായ കാര്യങ്ങൾ, അതുപോലെ ജോലി സംബന്ധമായ കാര്യങ്ങൾ, പഠന വിഷയങ്ങൾ, ഗവൺമെൻറ്റിതര ജോലികൾ ചെയ്യുന്ന കാര്യത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പെട്ടെന്ന് തന്നെ വിജയിക്കുന്ന ആളുകളാണ് പൂയം നക്ഷത്രക്കാർ. ധാരാളം ആളുകളുടെ പൊരുത്തവും ഉണ്ട് ഇവർക്ക്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇവരെ അംഗീകരിക്കാനും സാധിക്കും. അത് ഒരു വജ്രയോഗമുള്ളൊരു നക്ഷത്രമാണെന്ന് നമുക്ക് പറയാം. അടുത്ത നക്ഷത്രത്തെ പരിചയപ്പെടാം. അടുത്തതായിട്ട് ഉത്രാട നക്ഷത്രത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഉത്രാട നക്ഷത്രത്തിൽ വജ്രപരമായ യോഗമുണ്ട്. എത്ര തകർന്ന് കിടക്കുന്ന എത്ര വലിയ വലിയ പ്രശ്നങ്ങളിലും സാമ്പത്തികമായ ചതിക്കുഴികളിലൊക്കെ പെട്ടുപോയാലും അതിൽ നിന്ന് ഉയർന്നു വരാനുള്ള കഴിവ് ഉത്രാട നക്ഷത്രത്തിനുണ്ട്. നമുക്കറിയാം വജ്രത്തിൻ്റെ പ്രത്യേകത എന്താണ്. വജ്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എന്ത് പ്രശ്നങ്ങളിൽ പെട്ടുപോയാലും അതിൻ്റെ തിളക്കത്തെ തടഞ്ഞു നിർത്താൻ ആർക്കും പറ്റുകയില്ല. ഒരു ദിവസം അത് ആ തിളക്കത്തോടുകൂടി മണ്ണും നീക്കി പുറത്തു വരും, അല്ലെങ്കിൽ അതിൻ്റെ തിളക്കം പുറത്തേക്ക് വരും. അതാണ് വജ്രത്തിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഈ ഒരു ഉത്രാട നക്ഷത്രക്കാർക്ക് തീർച്ചയായും വജ്രത്തിൻ്റെ തിളക്കത്തോടു കൂടി ഉയർന്നു പൊങ്ങാനുള്ള കഴിവുണ്ട്. വളരെയധികം കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ എല്ലാവരും ഇഷ്ടപ്പെടും. ആദ്യകാലത്ത് കഷ്ടപ്പാടുകൾ ഒന്നും പ്രശ്നമല്ല. പിന്നീട് ജീവിതത്തിലേക്ക് വളരെയധികം ഉയർച്ചകൾ വന്നെത്തിക്കൊണ്ടിരിക്കും. മത്സരബുദ്ധിയോടെ പണ്ട് ഇവർക്ക് തടസ്സം ചെയ്ത ആളുകൾ, മാതാപിതാക്കളായിക്കോട്ടെ, സുഹൃത്തുക്കളായിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, ആരാണ് ഇവരുടെ വളർച്ചയ്ക്ക് തടസ്സം നിന്ന ആളുകൾ, ആ ആളുകൾ ജീവിതത്തിൽ നിന്ന് മാറിപ്പോവുകയോ അല്ലെങ്കിൽ ഒഴിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ അവരുടെ കാലങ്ങൾ കഴിഞ്ഞു പോയ കാലത്ത് ഇവർ തീർച്ചയായും വിജയിച്ചു വരുന്നതാണ്. ഇവർക്ക് മാനസികമായ സങ്കടങ്ങൾ തടഞ്ഞു വെക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് വികാര പ്രകടനങ്ങളും വികാരത്തിൽ ശോഭിക്കുന്ന ആളുകളുമാണ് ഈ ഒരു ഉത്രാട നക്ഷത്രക്കാർ. അതുകൊണ്ട് തന്നെ തീർച്ചയായും ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ദേഷ്യം വരുന്ന കാര്യങ്ങൾ വളരെ കുറയ്ക്കണം. ദേഷ്യം വന്നാലും പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായും ജീവിതത്തിൽ വളരെ ഉയർച്ച ഉണ്ടാകും. ഈ കാണുന്ന കാര്യങ്ങളെല്ലാം മാറിപ്പോകുന്നുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പ്രത്യാശയായിട്ടിരുന്നോട്ടെ. അതുകൊണ്ട് തന്നെ വജ്രപരമായ യോഗമുള്ള ഒരു നക്ഷത്രമാണ് ഉത്രാട നക്ഷത്രം. സാമ്പത്തിക വലിയ ഉയർച്ചയിലെത്തുന്ന കാര്യത്തിൽ ചെല്ലുന്ന നക്ഷത്രമാണ് ഉത്രാട നക്ഷത്രം. അടുത്ത നക്ഷത്രം നമുക്ക് പഠിക്കാം. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് രേവതി നക്ഷത്രത്തെക്കുറിച്ചാണ്. രേവതി നക്ഷത്രക്കാർക്ക് തീർച്ചയായും വജ്രപരമായ യോഗമുണ്ട്. പുരുഷന്മാർക്കാണ് ഈ യോഗം കൂടുതലായിട്ട് കിട്ടുന്നത്. സ്ത്രീകളെ ലളിതമായി ജീവിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ പുരുഷന്മാർ ഇച്ചിരി സമ്പത്തും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടി അത് ആസ്വദിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത് ലക്ഷറി ലൈഫ് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് രേവതിയുള്ള പുരുഷന്മാർ. പക്ഷേ സ്ത്രീകളുടെ കാര്യങ്ങൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അവരുടെ രീതി വളരെ ലളിതമായും സാമ്പത്തികമായി വലിയ ഉയരണ്ട എന്ന രീതിയിലാണ്. അവർ രണ്ടുപേരും കലാപരമായി ഉയർച്ചയുള്ളവരാണ്. കലാപരമായി ഉയരുന്ന ആളുകളാണ് രേവതിപ്പെട്ട സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും. അതുകൊണ്ട് തന്നെ ഇവർക്ക് വജ്രപരമായ യോഗമുണ്ട്. എല്ലാവരെയും കുത്തിത്തുളിക്കുന്ന ഒരു നോട്ടമായിരിക്കും ഇവരുടെ നേരെ നോക്കുന്നത്. അത്ഭുത ജീവിയെ കാണുന്ന പോലെ ആയിരിക്കും രേവതി നക്ഷത്രമുള്ള മറ്റാളുകൾ നോക്കി കാണുന്നത്. ഇത് ഇവർക്ക് പെട്ടെന്ന് ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കാറുണ്ട്. എന്തുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ കുത്തിത്തുളയ്ക്കുന്ന നോട്ടം നോക്കുന്നു, ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് എല്ലാവരും ചിന്തിക്കാറുണ്ട്. പക്ഷേ അത് കാര്യമാക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങളുടെ ഒരു ആകർഷണീയത കണ്ടിട്ടാണ് എല്ലാവരും തുറച്ചു നോക്കുന്നത്. അല്ലാതെ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ ഇഷ്ടപ്പെടാത്തതുകൊണ്ടല്ല ആളുകൾ തുറച്ചു നോക്കുന്നത്. ചിലപ്പോൾ രേവതി നക്ഷത്രക്കാർ തിരിച്ച് പൊട്ടിത്തെറിക്കാറുണ്ട്. തുറച്ചു നോക്കുന്നവരെ പൊട്ടിത്തെറിക്കാറുണ്ട്. ഒരു സ്ത്രീ ആണെങ്കിൽ പുരുഷന്മാരെ തുറച്ചു നോക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ നോക്കുന്നത് അവർ ചിലപ്പോൾ തിരിച്ച് ഒച്ച വെക്കാൻ സാധ്യതയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആകർഷണീയത കൊണ്ടാണ്.
സൗന്ദര്യം കൊണ്ടാവാം, അല്ലെങ്കിൽ സൗന്ദര്യം കുറഞ്ഞ ആളുകളാണെങ്കിലും ആകർഷണീയമാണ്. പ്രത്യേകത തോന്നുന്നതുകൊണ്ടാണ് രേവതി നക്ഷത്രക്കാരെ ആളുകൾ കൂടുതൽ ആരാധകരായി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ബിസിനസ് പരമായ കാര്യങ്ങളായിക്കോട്ടെ, ഏത് കാര്യത്തിലും വൻ വിജയം നേടിയെടുക്കാൻ കഴിവുള്ള ആളുകളാണ് രേവതി നക്ഷത്രക്കാർ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് വജ്രയോഗമുള്ള നക്ഷത്രക്കാരാണ് ചതയം നക്ഷത്രക്കാർ. ജീവിതത്തിൽ ആദ്യ കാലഘട്ടത്ത് വളരെ സാമ്പത്തികമായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമാണെങ്കിൽ ജീവിതത്തിന് അവസാന സമയത്തെത്തുമ്പോൾ, അതായത് 40-45 വയസ്സിന് ശേഷം പിന്നീട് മുന്നോട്ടുള്ള കാലം മുഴുവൻ സാമ്പത്തികമായി വളരെയധികം ഉയർച്ചയിലേക്ക് പോകുന്ന നക്ഷത്രമാണ് ചതയം നക്ഷത്രം. വിദേശവാസ യോഗം, അതുപോലെ തന്നെ വലിയ വലിയ വാഹന സൗകര്യങ്ങൾ, വലിയ വലിയ ഭവനം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ലക്ഷറി ലൈഫിലേക്ക് പോകുന്നു. അവരുടെ മക്കൾക്കാണെങ്കിലും ജോലിയും അതുപോലെ തന്നെ ഉയർന്ന സ്ഥലങ്ങളിൽ കിട്ടുക, കൂടുതൽ സമ്പത്തിനെ ആകർഷിക്കുന്ന രീതിയിലുള്ള ജോലികൾ ചെയ്യാനുള്ള യോഗമാണ് ചതയം നക്ഷത്രക്കാർക്ക് വരുന്നത്. എല്ലാവരും അംഗീകരിക്കുന്നു, ആരും അവർ മാറ്റി നിർത്തുന്നില്ല. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വളരെ ആദ്യകാലത്തെ അനുഭവമല്ല. ഒരു ജനിച്ച് 18 വയസ്സ് വരെ ഇവർക്ക് എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. ആളുകൾ ഒറ്റപ്പെടുത്തുക, അപമാനിക്കുക, ബന്ധുക്കളെ അപമാനിക്കുക, ബന്ധുഗ്രഹങ്ങളിൽ പോയി നിന്നിട്ട് അപമാനം വാങ്ങുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവർക്കുണ്ടാവും. പക്ഷേ ഇവരുടെ ലൈഫിൽ പിന്നീട് ഒരു 40-45 കഴിയുമ്പോഴത്തേക്കും വളരെയധികം ഉയർച്ചയാണ് ലഭിക്കാണ്ട് പോകുന്നത്. അപ്പം വജ്രത്തെ പോലെ തന്നെ വെട്ടിത്തിളങ്ങുന്ന ഒരു നക്ഷത്രത്തിൻ്റെ ഗുണമാണ് ലഭിക്കാൻ പോകുന്നത് ചതയം നക്ഷത്രത്തിന്. അത്രയും ലോകത്ത് ജനിക്കുന്ന ആളുകളാണ് ചതയം നക്ഷത്രക്കാർ. ഇത്രയും കാര്യങ്ങൾ അറിവ് ചേർന്ന ഭാഗമായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളുക. ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് ആയിക്കോട്ടെ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.